ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെൻറ്റ് ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്നറിയപ്പെടുന്നത് റഷ്യക്കാരാണ്. റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെടുന്നത് സ്ലാവുകൾ എന്നാണ്. സാർ എന്നാണ് റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ റഷ്യയിലെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ നടന്ന വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായത് റഷ്യൻ വിപ്ലവമാണ്. അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്നറിയപ്പെടുന്നത് റഷ്യക്കാരാണ്. റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെടുന്നത് സ്ലാവുകൾ എന്നാണ്. റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെടുന്നത് സർ എന്നാണ്. സർ പദവി സ്വീകരിച്ച ആദ്യ റഷ്യൻ ചക്രവർത്തിയാണ് ഇവാൻ നാലാമൻ. ഭയങ്കരൻ എന്നറിയപ്പെടുന്ന റഷ്യൻ ഭരണാധികാരിയാണ് ഇവാൻ നാലാമൻ. സർ ചക്രവർത്തിമാരുടെ കൊട്ടാരം ക്രെംലിൻ പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. സർ ചക്രവർത്തിമാരുടെ വംശം അറിയപ്പെടുന്നത് റോമാനോവ് വംശമാണ്. റോമാനോവ് വംശ സ്ഥാപകനാണ് മൈക്കിൾ റോമാനോവ്. അപ്പോൾ സർ പദവി സ്വീകരിച്ച ആദ്യ റഷ്യൻ ചക്രവർത്തിയാണ് ഇവാൻ നാലാമൻ. ഭയങ്കരൻ എന്നറിയപ്പെടുന്ന റഷ്യൻ ഭരണാധികാരിയായിരുന്നു ഇവാൻ നാലാമൻ. സർ ചക്രവർത്തിമാരുടെ കൊട്ടാരം അറിയപ്പെടുന്നത് ക്രെംലിൻ പാലസ് എന്നാണ്. സർ ചക്രവർത്തിമാരുടെ വംശം അറിയപ്പെടുന്നത് റോമാനോവ് വംശമാണ്. റോമാനോവ് വംശ സ്ഥാപകൻ മൈക്കിൾ റോമാനോവാണ്. ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തിയാണ്. പീറ്റർ ചക്രവർത്തി വധിച്ച അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അലക്സ് രാജകുമാരൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം സ്ഥാപിച്ചത് പീറ്റർ ചക്രവർത്തിയാണ്. റഷ്യയുടെ പാശ്ചാത്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് പീറ്റർ ചക്രവർത്തിയാണ്. വാം വാട്ടർ പോളിസി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തിയുടെ വിദേശ നയമാണ്. അപ്പോൾ ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തിയാണ്. പീറ്റർ ചക്രവർത്തി വധിച്ച അദ്ദേഹത്തിൻ്റെ പുത്രൻ അലക്സ് രാജകുമാരനാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം സ്ഥാപിച്ചത് പീറ്റർ ചക്രവർത്തിയാണ്. റഷ്യയുടെ പാശ്ചാത്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് പീറ്റർ ചക്രവർത്തിയാണ്. വാം വാട്ടർ പോളിസി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തിയുടെ വിദേശ നയമാണ്. റഷ്യ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയാണ് കാതറിൻ II. തുർക്കിയെ യൂറോപ്പിലെ രോഗി എന്ന് ആദ്യമായി വിളിച്ച റഷ്യൻ ചക്രവർത്തി നിക്കോളസ് ഒന്നാമനാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം 1825 മുതൽ 1855 വരെയായിരുന്നു. റഷ്യക്കെതിരെ ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം. ക്രിമിയൻ യുദ്ധ കാലഘട്ടം 1854 മുതൽ 1856 വരെയാണ്. ക്രിമിയൻ യുദ്ധത്തിന് കാരണമായ റഷ്യൻ നയം ബാൾക്കൻ നയമാണ്. അപ്പോൾ റഷ്യ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയാണ് കാതറിൻ II. തുർക്കിയെ യൂറോപ്പിലെ രോഗി എന്ന് ആദ്യമായി വിളിച്ച റഷ്യൻ ചക്രവർത്തിയാണ് നിക്കോളസ് രണ്ടാമൻ. അദ്ദേഹത്തിൻ്റെ ഭരണകാലം 1825 മുതൽ 1855 വരെയാണ്. റഷ്യക്കെതിരെ ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം. ക്രിമിയൻ യുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് 1854 മുതൽ 1856 വരെയാണ്. ക്രിമിയൻ യുദ്ധത്തിന് കാരണമായ റഷ്യൻ നയമാണ് ബാൾക്കൻ നയം. ക്രിമിയൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1856 പാരീസ് ഉടമ്പടിയാണ്. ക്രിമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിത ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. നഴ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയായി അറിയപ്പെടുന്നതും ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. അപ്പം ക്രിമിയൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1856 പാരീസ് ഉടമ്പടി. ക്രിമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. നഴ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയായി അറിയപ്പെടുന്നതും ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. 1917 റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് റഷ്യൻ വിപ്ലവം എന്നറിയപ്പെടുന്നത്. അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളും കർഷകരും ഉന്നയിച്ച ആവശ്യങ്ങൾ: സ്വകാര്യ സ്വത്ത് സമ്പ്രദായം അവസാനിപ്പിക്കണം, എല്ലാവരും അധ്വാനിക്കണം, എല്ലാ ഉൽപ്പാദനോപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. അപ്പോൾ 1917 റഷ്യയിൽ വിപ്ലവം നടന്നത്. അക്കാലത്ത് റഷ്യയിലെ തൊഴിലാളികളും കർഷകരും ഉന്നയിച്ച ആവശ്യങ്ങളാണ് ഈ വിപ്ലവത്തിലോട്ട്, അതായത് അവരെ നയിച്ച കാരണങ്ങൾ എന്നും പറയാം.
അതാണ് സ്വകാര്യ സ്വത്ത് സമ്പ്രദായം അവസാനിപ്പിക്കണം, എല്ലാവരും അധ്വാനിക്കണം, എല്ലാ ഉൽപ്പാദനോപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. അപ്പം ഇതൊക്കെയായിരുന്നു അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. അപ്പം ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. 1. റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. 2. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനവും കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. അപ്പോൾ റഷ്യയിലെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം അവരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ ഇവർ നികുതി ഭാരവും ചുമക്കേണ്ടി വന്നു. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? 1. റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. 2. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനവും കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. അപ്പോൾ കുറഞ്ഞ ഉൽപ്പാദനമാണെങ്കിൽ അതിൽ നിന്നും പൈസ കിട്ടില്ലല്ലോ, അപ്പം അത് അവരുടെ വരുമാനത്തെയും ബാധിച്ചു. കൂടാതെ അവർക്ക് വരുമാനമില്ലെങ്കിൽ പോലും ഈ ഭൂരഹിതരായ അവർ നികുതി ഭാരവും ചുമക്കേണ്ടി വരുന്നിരുന്നു. ഈ കർഷകർ ഈ ചക്രവർത്തിമാർക്ക് നികുതിയും കൊടുക്കണമായിരുന്നു. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. അപ്പം അവിടെയുള്ള വ്യവസായങ്ങൾ ആരാണ് നിയന്ത്രിച്ചിരുന്നത്? വിദേശികളുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പം ഇതെല്ലാം തന്നെ ഇവരെ ഈ വിപ്ലവത്തിലോട്ട് നയിച്ചു. 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറിയ സന്ധി ബ്രസ്റ്റ്-ലിറ്റോവ്സ്ക് സന്ധി. റഷ്യയിലെ വൻകിട ഭൂ ഉടമകൾ അറിയപ്പെടുന്നത് കുലാക്കുകൾ എന്നാണ്. കുലാക്കുകൾ കർഷകരെ ചൂഷണം ചെയ്തിരുന്നു. കുലാക്കുകളെ ചക്രവർത്തിമാർ അനുകൂലിച്ചു. അവരുടെ ഭരണത്തിനെതിരെ കർഷകരും തൊഴിലാളികളും സംഘടിച്ചു. അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറിയ സന്ധി എന്താണ്? ബ്രസ്റ്റ്-ലിറ്റോവ്സ്ക് സന്ധി. റഷ്യയിലെ വൻകിട ഭൂ ഉടമകൾ അറിയപ്പെടുന്നത് കുലാക്കുകൾ എന്നാണ്. കുലാക്കുകൾ കർഷകരെ ചൂഷണം ചെയ്തിരുന്നു. എന്നാൽ കുലാക്കുകളെ ചക്രവർത്തിമാർ അനുകൂലിക്കുകയാണ് ചെയ്തത്. കാരണം എന്താണ്? കർഷകരെ ചൂഷണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ചക്രവർത്തിമാർ കുലാക്കുകളെ അനുകൂലിച്ചു. അവരുടെ ഭരണത്തിനെതിരെ കർഷകരും തൊഴിലാളികളും സംഘടിക്കാൻ തീരുമാനിച്ചു. ഇതോടെ 1898 ഒരു തൊഴിൽ സംഘടന രൂപം കൊണ്ടു. ഇതാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. അപ്പം ചക്രവർത്തിമാരുടെയും ഈ കുലാക്കുകളുടെയും ചൂഷണത്തിനെതിരെ കർഷകരും തൊഴിലാളികളും സംഘടിച്ചു. ഇതോടെ 1898 ഒരു തൊഴിൽ സംഘടന രൂപീകൃതമായി. ഈ തൊഴിൽ സംഘടനയാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്നറിയപ്പെടുന്നത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് ലെനിനാണ്. കമ്മ്യൂണിസ്റ്റ് റഷ്യയ്ക്ക് അടിത്തറയായത് ലെനിനാണ്. 1917 മുതൽ 1924 വരെ റഷ്യയുടെ രാഷ്ട്രതലവനായിരുന്നത് ലെനിനായിരുന്നു. ലെനിൻ്റെ യഥാർത്ഥ പേര് വ്ളാഡിമിർ ഇല്യാച്ച് ഉല്യാനോവ് എന്നാണ്. റഷ്യയിലെ പുതിയ സാമ്പത്തിക നയത്തിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ മുൻകൈ എടുത്തത് ലെനിനായിരുന്നു. ഇത് 1921 അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് ലെനിനാണ്. കമ്മ്യൂണിസ്റ്റ് റഷ്യയ്ക്ക് അടിത്തറയായത് ലെനിനാണ്. 1917 മുതൽ 1924 വരെ റഷ്യയുടെ രാഷ്ട്രതലവനായിരുന്നതും ലെനിനാണ്. ലെനിൻ്റെ യഥാർത്ഥ പേര് വ്ളാഡിമിർ ഇലീച്ച് ഉല്യാനോവ് എന്നാണ്. റഷ്യയിൽ പുതിയ സാമ്പത്തിക നയത്തിന് നേതൃത്വം നൽകിയത് ലെനിനാണ്. ഇത് 1921. ജോലി ചെയ്യാത്തവർ ഭക്ഷിക്കില്ല എന്നു പറഞ്ഞത് ലെനിനാണ്. സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകൻ ലെനിനാണ്. 1903 സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞു. ഇത് മെൻഷെവിക് ന്യൂനപക്ഷം എന്നും ബോൾഷെവിക് ഭൂരിപക്ഷം എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. മെൻഷെവിക് വലതുപക്ഷവും ബോൾഷെവിക് ഇടതുപക്ഷവുമാണ്. അപ്പോൾ ജോലി ചെയ്യാത്തവർ ഭക്ഷിക്കില്ല എന്ന് പറഞ്ഞത് ലെനിനാണ്. ഇത് ലെനിൻ്റെ വാക്കുകളാണ്. സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ലെനിനാണ്. 1903 സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞു. ഇത് മെൻഷെവിക് ബോൾഷെവിക് എന്ന് അറിയപ്പെട്ടു. മെൻഷെവിക് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ്, അത് വലതുപക്ഷമാണ്. ബോൾഷെവിക് ഭൂരിപക്ഷമാണ്, അത് ഇടതുപക്ഷം. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനാണ്. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ്. ലെനിൻ സ്ഥാപിച്ച പത്രമാണ് ഇസ്കര.
അപ്പോൾ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് ലെനിനായിരുന്നു. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് അലക്സാണ്ടർ കെരൻസ്കിയാണ്. ലെനിൻ സ്ഥാപിച്ച പത്രമാണ് ഇസ്കര. സാഹിത്യകാരന്മാരുടെ സ്വാധീനം. റഷ്യൻ വിപ്ലവത്തിന് നിരവധി സാഹിത്യകാരന്മാർ സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ പ്രമേയമാക്കി രചന നടത്തിയ പ്രധാന സാഹിത്യകാരന്മാരാണ് ലിയോ ടോൾസ്റ്റോയി, മാക്സിം ഗോർക്കി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് എന്നിവർ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ വിവരിക്കുന്ന ലോകപ്രസിദ്ധ റഷ്യൻ കൃതിയാണ് അമ്മ. ഇത് രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. റഷ്യൻ വിപ്ലവത്തിലെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയിയാണ്. അപ്പം റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ പ്രമേയമാക്കി രചന നടത്തിയ പ്രധാന സാഹിത്യകാരന്മാരാണ് ലിയോ ടോൾസ്റ്റോയി, മാക്സിം ഗോർക്കി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് എന്നിവർ. 20-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ വിവരിക്കുന്ന ലോകപ്രസിദ്ധ റഷ്യൻ കൃതിയാണ് അമ്മ. ഇത് രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയിയാണ്. ലെനിൻ ടോൾസ്റ്റോയി കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പം റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് ടോൾസ്റ്റോയി കൃതികളെ ആരാണ് വിശേഷിപ്പിച്ചത്? ലെനിനാണ്. റെവല്യൂഷണറി കാറ്റക്കിസം എന്ന പുസ്തകം രചിച്ചത് സെർജി നെച്ചായേവാണ്. ദസ്തയേവ്സ്കി തൻ്റെ നോവലായ ദി പ്രൊസസ്റ്റ് രചിച്ചത് സെർജി നെച്ചയേവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്. മാർക്സിസ്റ്റ് ആശയങ്ങളിലൂടെ തൊഴിലാളികൾക്ക് ആവേശം പകർന്ന സാമൂഹിക പരിഷ്കർത്താക്കളാണ് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. അപ്പോൾ ലെനിൻ ടോൾസ്റ്റോയി കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചു. റെവല്യൂഷണറി കാറ്റക്കിസം എന്ന പുസ്തകം രചിച്ചത് സെർജി നെച്ചായേവാണ്. ദസ്തയേവ്സ്കി തൻ്റെ നോവലായ ദി പ്രൊസസ്റ്റ് രചിച്ചത് സെർജി നെച്ചയേവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. മാർക്സിസ്റ്റ് ആശയങ്ങളിലൂടെ തൊഴിലാളികൾക്ക് ആവേശം പകർന്ന സാമൂഹിക പരിഷ്കർത്താക്കളാണ് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. മാർക്സിസ്റ്റ് സ്വാധീനം. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും ഇവർ ആഹ്വാനം ചെയ്തു. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപ്പാദന രീതിയാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനം. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ടതാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. അപ്പം ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ മാർക്സിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ അവർ ആഹ്വാനം ചെയ്തത് മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് ഇവർ പറഞ്ഞത്. കൂടാതെ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും പറഞ്ഞു. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപ്പാദന രീതിയാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനം. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി. റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ 10-11 ദിവസം റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നു. കൂടാതെ അവർക്ക് നൽകുന്ന വേതനവും കുറവായിരുന്നു. ഇതുപോരാതെ ഫാക്ടറിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇവരുടെ കൈകൊണ്ട് ഇല്ലാതായാൽ അതിൻ്റെ പിഴപ്പണവും ഇവരുടെ ശമ്പളത്തിൽ നിന്നും ഈടാക്കിയിരുന്നു. അപ്പം ഇത്രത്തോളം ദുരിതമായ അവസ്ഥയിലൂടെയാണ് റഷ്യയിലെ തൊഴിലാളികൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇതോടെ ശരിയായ സേവന വേതനം ആവശ്യപ്പെട്ട് ഫാദർ ഗാപ്പോണിൻ്റെ നേതൃത്വത്തിൽ 1903 ഒരു സംഘടന രൂപം കൊണ്ടു. ഇതിൻ്റെ ഭാഗമായി 100,000-ഓളം തൊഴിലാളികൾ പണിമുടക്കി. അപ്പോൾ റഷ്യയിലെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ ദുരിതപൂർണമായ അവസ്ഥ കാരണം അവർക്ക് വേണ്ടി ശരിയായ സേവന വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് ഫാദർ ഗാപ്പോണിൻ്റെ നേതൃത്വത്തിൽ 1903 ഒരു സംഘടന രൂപം കൊണ്ടു. ഇതിൻ്റെ ഭാഗമായി 100,000-ഓളം തൊഴിലാളികൾ പണിമുടക്കി. രക്തരൂക്ഷിതമായ ഞായറാഴ്ച. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. 1905 നടന്ന റഷ്യ-ജപ്പാൻ വിപ്ലവത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ 1905 ജനുവരി 9 ഫാദർ ഗാപ്പോണിൻ്റെ നേതൃത്വത്തിൽ റഷ്യൻ പ്രദേശമായ പെട്രോഗാഡിൽ പ്രകടനം നടത്തി.
പെട്രോഗാഡിൽ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾക്ക് നേരെ പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ കറുത്ത ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. അപ്പം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച. 1905 റഷ്യ ജപ്പാൻ യുദ്ധം നടന്നു. ഇതിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കിയിരുന്നു. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ 1905 ജനുവരി 9 ഫാദർ ഗാപ്പോണിന്റെ നേതൃത്വത്തിൽ റഷ്യൻ പ്രദേശമായ പെട്രോഗാഡിൽ പ്രകടനം നടത്തി. ഈ പെട്രോഗാഡിൽ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾക്ക് നേരെ പട്ടാളം വെടിവെച്ചു. അപ്പോൾ നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ കറുത്ത ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. റഷ്യയിലെ സാർ ഭരണകൂടത്തിന് അന്ത്യം കുറിച്ച മാർച്ച് 8-ാം തീയതിയിലെ വിപ്ലവത്തിന് ഫെബ്രുവരി വിപ്ലവം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റഷ്യയിൽ സാർ ഭരണകൂടത്തിന് അന്ത്യം കുറിച്ച വിപ്ലവം ഏതാണ്? ഫെബ്രുവരി വിപ്ലവമാണ്. ഇത് നടന്നത് മാർച്ച് 8-ാം തീയതിയാണ്. അപ്പോൾ ഈ വിപ്ലവത്തിനാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നത്. പഴയ റഷ്യൻ കലണ്ടർ പ്രകാരം 1917 ഫെബ്രുവരി 27-നായിരുന്നു വിപ്ലവം നടന്നത്. റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ഭരണാധികാരി നിക്കോളസ് രണ്ടാമനായിരുന്നു. റഷ്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘടനകൾ സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. തൊഴിലാളികളുടെ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി ദ്രൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അപ്പോൾ റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ഭരണാധികാരി ആരായിരുന്നു? നിക്കോളസ് രണ്ടാമനാണ്. റഷ്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘടനകൾ അറിയപ്പെടുന്നത് സോവിയറ്റുകൾ എന്നാണ്. തൊഴിലാളികളുടെ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. 1914 ലോകമഹായുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ റഷ്യയ്ക്കുണ്ടായ സാമ്പത്തിക തകർച്ചയും ഭക്ഷ്യക്ഷാമവും കാരണം 1917 ആയപ്പോൾ രാജ്യം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു. ഭക്ഷ്യദൗർബല്യം രൂക്ഷമായതിനാൽ സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി 1917 മാർച്ച് 8-ന് തെരുവു വീഥികളിൽ പ്രകടനം നടത്തി. ഈ പ്രകടനത്തോടെയാണ് വിപ്ലവം ആരംഭിക്കുന്നത്. അപ്പം 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യയ്ക്കുണ്ടായ സാമ്പത്തിക തകർച്ചയും ഭക്ഷ്യക്ഷാമവും കാരണം 1917 ആയപ്പോൾ രാജ്യം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു. ഭക്ഷ്യദൗർബല്യം നേരിട്ടപ്പോൾ സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി 1917 മാർച്ച് 8-ന് തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി. അപ്പോൾ ഈ പ്രകടനത്തോടെയാണ് റഷ്യൻ വിപ്ലവം ആരംഭിക്കുന്നത്. പെട്രോഗാഡിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പെട്രോഗാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് റഷ്യൻ ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത നിരവധി പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഇതോടെ സൈനികരും കർഷകരോടൊപ്പം കലാപത്തിൽ ചേർന്നു. കലാപം മറ്റു ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിച്ചു. പോലീസ് സ്റ്റേഷനും പൊതുസ്ഥാപനങ്ങളും പിടിച്ചെടുത്ത ശേഷം കലാപകാരികൾ തടവുകാരെയും മോചിപ്പിച്ചു. മോസ്കോയും കലാപകാരികൾ പിടിച്ചെടുത്തു. അപ്പം പെട്രോഗാഡിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പെട്രോഗാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. ഇതോടെ റഷ്യൻ ചക്രവർത്തിയായിരുന്ന നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത നിരവധി പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ റഷ്യൻ നിയമനിർമ്മാണ സഭയായ ദ്യൂമയുടെ എതിർപ്പിനെ മറികടന്നാണ് നിക്കോളസ് രണ്ടാമൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തത്. അപ്പം ഇതിലൂടെ പങ്കെടുത്തപ്പോഴത്തേക്കും ഒരുപാട് പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടമായി. അപ്പോൾ അത് പട്ടാളക്കാരിൽ തന്നെ ഒരു മാനസിക സംഘർഷവും ഈ ചക്രവർത്തിമാരോട് ഒരു ദേഷ്യവും ഉണ്ടായി. അങ്ങനെ ഇവരും കർഷകരോടൊപ്പം കൂടുകയാണ് ചെയ്തത് കലാപത്തിൽ. ഈ കലാപം മറ്റു ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിച്ചു. പോലീസ് സ്റ്റേഷനും പൊതുസ്ഥലങ്ങളും പിടിച്ചെടുക്കുകയും കലാപകാരികൾ തടവുകാരെയും മോചിപ്പിച്ചു. കൂടാതെ മോസ്കോയും കലാപകാരികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും രൂക്ഷമായിട്ടാണ് കർഷകരും തൊഴിലാളികളും ചക്രവർത്തിമാരുടെ ഭരണത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത്. 1917 മാർച്ച് 12 നടന്ന ഫെബ്രുവരി വിപ്ലവത്തിലൂടെയാണ് നിക്കോളസ് രണ്ടാമൻ അധികാരത്തിൽ നിന്നും പുറത്താക്കിയത്. അപ്പം ഫെബ്രുവരി വിപ്ലവത്തോടെയാണ് സർ ചക്രവർത്തിമാരുടെ അധികാരം നഷ്ടപ്പെട്ടത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പുറകിലായതിനാൽ മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നു.
മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയാണ് ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്നത്. കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു. അപ്പം 1917 മാർച്ച് 12 നടന്ന ഫെബ്രുവരി വിപ്ലവത്തിലൂടെയാണ് നിക്കോളസ് രണ്ടാമൻ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പുറകിലായതിനാൽ മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയാണ് ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്നത്. കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു. ഒക്ടോബർ വിപ്ലവം. താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു ഭാഗം അംഗീകരിച്ചില്ല. ലെനിന്റെ നേതൃത്വത്തിൽ ശക്തിയാർജിച്ച ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിന്റെ നടപടികളെയും കർമ്മപരിപാടികളെയും നിരന്തരം എതിർത്തിരുന്നു. കർഷകരെയും തൊഴിലാളികളെയും സൈനികരെയും സ്വാധീനിച്ച് വ്യക്തമായ നിലപാടുകളിലൂടെ സോവിയറ്റുകളുടെ നിയന്ത്രണം കൈയടക്കി ബോൾഷെവിക്കുകൾ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തി. ഫെബ്രുവരി വിപ്ലവത്തിന്റെ നാളുകളിൽ സ്വിറ്റ്സർലാൻഡിലായിരുന്ന ലെനിൻ തിരിച്ചെത്തി ബോൾഷെവിക് നേതൃത്വം ഏറ്റെടുത്തു. ലെനിൻ താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. കെരൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നിരുന്നു. ആ താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു ഭാഗം അംഗീകരിച്ചില്ല. ലെനിന്റെ നേതൃത്വത്തിൽ ശക്തിയാർജിച്ച ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിന്റെ നടപടികളെയും കർമ്മപരിപാടികളെയും നിരന്തരം എതിർത്തിരുന്നു. കർഷകരെയും തൊഴിലാളികളെയും സൈനികരെയും സ്വാധീനിച്ച് വ്യക്തമായ നിലപാടുകളിലൂടെ സോവിയറ്റുകളുടെ നിയന്ത്രണം കൈയടക്കി ബോൾഷെവിക്കുകൾ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരി വിപ്ലവത്തിന്റെ നാളുകളിൽ സ്വിറ്റ്സർലാൻഡിലായിരുന്ന ലെനിൻ തിരിച്ചെത്തി ബോൾഷെവിക് നേതൃത്വം ഏറ്റെടുത്തു. ലെനിൻ താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതായത് ലെനിൻ ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് യുദ്ധം അവസാനിപ്പിക്കാനും ഭൂമി കർഷകർക്ക് കൈമാറാനും ലെനിൻ ആവശ്യപ്പെട്ടു. സമാധാനം, ഭക്ഷണം, ഭൂമി എന്ന മുദ്രാവാക്യം നാടാകെ പ്രചരിപ്പിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ ആർക്ക് നൽകണമെന്ന് അവർ വാദിച്ചു? സോവിയറ്റുകൾക്ക് നൽകണമെന്നും. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് യുദ്ധം അവസാനിപ്പിക്കാനും ഭൂമി കർഷകർക്ക് കൈമാറാനും ലെനിൻ ആവശ്യപ്പെട്ടു. സമാധാനം, ഭക്ഷണം, ഭൂമി എന്ന മുദ്രാവാക്യവും നാടാകെ പ്രചരിപ്പിച്ചു. കാരണം ഈ താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നിട്ട് പോലും റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറിയിട്ടില്ലായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. ഇതിനായി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. 1. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക. 2. പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക. 3. ഫാക്ടറികൾ ജനങ്ങളുടെ പൊതുസ്വത്തായി മാറ്റുക. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരായ കലാപം ആരംഭിച്ചു. താൽക്കാലിക ഗവൺമെന്റ് അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കണമെന്ന് തീരുമാനിച്ചു. ഒക്ടോബർ 20 പെട്രോഗ്രാഡിൽ ട്രോട്സ്കിയുടെ നേതൃത്വത്തിൽ ചുവപ്പ് സേന വിപ്ലവത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. അപ്പോൾ ബോൾഷെവിക്കുകൾ എന്താണ് പറഞ്ഞത്? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥ മറികടക്കാൻ അത് ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും ഇതിനായി അവർ ചില ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. അതിൽ ഒന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതുസ്വത്തായി മാറ്റുക. ഇതെല്ലാമായിരുന്നു അവരുടെ ആവശ്യങ്ങൾ. ഇതിനായി 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരായ കലാപം ആരംഭിച്ചു. താൽക്കാലിക ഗവൺമെന്റ് അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കണമെന്ന തീരുമാനവുമായി ഒക്ടോബർ 20 പെട്രോഗ്രാഡിൽ ട്രോട്സ്കിയുടെ നേതൃത്വത്തിൽ ചുവപ്പ് സേന വിപ്ലവത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. നവംബർ 6 പഴയ റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 24 ആരംഭിച്ച കലാപം താൽക്കാലിക ഗവൺമെന്റിന്റെ ആസ്ഥാനമായ വിന്റർ പാലസ് ഉൾപ്പെടെ പിടിച്ചെടുത്തു. കെരൻസ്കി ഒഴികെയുള്ള മന്ത്രിമാരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. നവംബർ 6
താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായ വിൻ്റർ പാലസ് ഉൾപ്പെടെ ആര് പിടിച്ചെടുത്തു? ബോൾഷെവിക്ക് നേതാക്കൾ പിടിച്ചെടുക്കുകയും കെരൻസ്കി ഒഴികെയുള്ള മന്ത്രിമാരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും അമേരിക്കയിൽ അഭയം തേടുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. അപ്പം എന്താണ് ഒക്ടോബർ വിപ്ലവം? കെരൻസ്കിയുടെ കയ്യിൽ നിന്നും ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്ത സംഭവത്തിനെയാണ് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നവംബർ 7-ാം തീയതി എല്ലാ അധികാരങ്ങളും ഏറ്റെടുത്ത ലെനിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ബോൾഷെവിക് ഗവൺമെൻറ് നിലവിൽ വന്നു. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം നടക്കുകയും ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകുകയും ചെയ്തു. ഒക്ടോബർ വിപ്ലവം ബോൾഷെവിക് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ശക്തനായ നേതാവായിരുന്നു ലെനിൻ. വർഷങ്ങളായി പിന്നാക്ക അവസ്ഥയിലായിരുന്ന റഷ്യയെ സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സഹായിച്ച വിപ്ലവമായിരുന്നു ഒക്ടോബർ വിപ്ലവം. അപ്പം നവംബർ 7-ാം തീയതി എല്ലാ അധികാരങ്ങളും ഏറ്റെടുത്ത് ലെനിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ബോൾഷെവിക് ഗവൺമെൻറ് നിലവിൽ വന്നു. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം നടക്കുകയും ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകുകയും ചെയ്തു. ഒക്ടോബർ വിപ്ലവം ബോൾഷെവിക് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ശക്തനായ നേതാവായിരുന്നു ലെനിൻ. വർഷങ്ങളായി പിന്നാക്കാവസ്ഥയിലായിരുന്ന റഷ്യയെ സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സഹായിച്ച വിപ്ലവമായിരുന്നു ഒക്ടോബർ വിപ്ലവം. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തിലോട്ട് കിടക്കാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകി. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കാരണമായി. 1924-ൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു. സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1922-ൽ സോവിയറ്റ് യൂണിയൻ അതായത് USSR രൂപീകൃതമായി. സ്വകാര്യ സ്വത്ത് സമ്പ്രദായം ഇല്ലാതാക്കി. പൗരാവകാശമായി തൊഴിലിനെ അംഗീകരിച്ചു. ശാസ്ത്രീയമായ വീക്ഷണം. വ്യവസായങ്ങളും ബാങ്കുകളും ദേശസാൽക്കരിച്ചു. മറ്റു വിപ്ലവങ്ങൾക്ക് പ്രചോദനം. അപ്പം ഇതെല്ലാമാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളെക്കുറിച്ചാണ്, റാസ്പുടിൻ. റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ കപട സന്യാസിയാണ് റാസ്പുടിൻ. തെമ്മാടിയായ സന്യാസി എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് റാസ്പുടിനെയാണ്. ഇന്ത്യൻ റാസ്പുടിൻ എന്നറിയപ്പെടുന്നത് VK കൃഷ്ണമേനോൻ എന്നാണ്. കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും എന്നതായിരുന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. അപ്പം റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണക്കാരനായ കപട സന്യാസിയാണ് റാസ്പുടിൻ. തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ റാസ്പുടിൻ എന്നറിയപ്പെടുന്നത് VK കൃഷ്ണമേനോനാണ്. കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. ഇതായിരുന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. വ്ളാഡിമർ ലെനിൻ, റഷ്യൻ വിപ്ലവത്തിൻ്റെ സമുന്നത നേതാവ്. ലെനിൻ്റെ യഥാർത്ഥ നാമം വ്ളാഡിമർ ഇലീച്ച് ഉല്യാനോവ്. ചുവപ്പ് കാവൽ സേനയ്ക്ക് രൂപം നൽകി. സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രീമിയറായിരുന്ന വ്യക്തി. സോവിയറ്റ് യൂണിയൻ്റെ ശില്പി. റഷ്യൻ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കി. വാട്ട് ഈസ് ടു ബി ഡൺ എന്ന പുസ്തകം എഴുതി. നിയമപരമായ മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തിക വിവാദത്തിനും എതിരായിരുന്നു ഈ പുസ്തകം. അപ്പം വ്ളാഡിമർ ലെനിൻ എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ സമുന്നത നേതാവായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വ്ളാഡിമർ ഇലീച്ച് ഉല്യാനോവ് എന്നാണ്. ചുവപ്പ് കാവൽ സേനയ്ക്ക് രൂപം നൽകിയത് ലെനിനാണ്. സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ പ്രീമിയർ ആയിരുന്ന വ്യക്തിയാണ്. സോവിയറ്റ് യൂണിയൻ്റെ ശില്പിയാണ്. റഷ്യൻ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം മുതലായവ നടപ്പിലാക്കി. ഇദ്ദേഹം എഴുതിയ പുസ്തകമായിരുന്നു വാട്ട് ഈസ് ടു ബി ഡൺ. നിയമപരമായ മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തിക വാദത്തിനും എതിരായിരുന്നു ഈ പുസ്തകം. 1924 ജനുവരി 21-ന് ലെനിൻ അന്തരിച്ചു. ലെനിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം റെഡ് സ്ക്വയർ ആണ്. 1924 USSR ഭരണത്തിൽ വന്ന ശക്തനായ ഭരണാധികാരിയായിരുന്നു സ്റ്റാലിൻ. ലെനിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയനിലെ നേതാവാണ് സ്റ്റാലിൻ. റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് സ്റ്റാലിൻ. സോവിയറ്റ് യൂണിയനിൽ 1930-കളിൽ കടുത്ത ഭീകരതയ്ക്ക് ഉത്തരവാദിയായ നേതാവാണ് സ്റ്റാലിൻ.
സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷം 1991. അപ്പം 1924 ജനുവരി 21 ലെനിൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം റെഡ് സ്ക്വയർ എന്നറിയപ്പെടുന്നു. അപ്പം ലെനിൻ്റെ മരണത്തെ തുടർന്ന് 1924 USSRൻ്റെ ഭരണത്തിൽ വന്ന ശക്തനായ ഭരണാധികാരിയായിരുന്നു സ്റ്റാലിൻ. ലെനിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയനിലെ നേതാവായിരുന്നു സ്റ്റാലിൻ. റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് സ്റ്റാലിനാണ്. സോവിയറ്റ് യൂണിയനുകളിൽ 1930കളിൽ കടുത്ത ഭീകരതയ്ക്ക് ഉത്തരവാദിയായ നേതാവ് എന്നറിയപ്പെടുന്നത് സ്റ്റാലിനാണ്. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷം 1991. ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീം. സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി സെർഗി ഐൻസ്റ്റീൻ സംവിധാനം ചെയ്ത നിശബ്ദ സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ. ഈ സിനിമയ്ക്ക് ആധാരമായ പുസ്തകം ജോൺ റീഡ് എഴുതിയ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ ആയിരുന്നു. അപ്പം ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്നത് സർ ചക്രവർത്തിമാരുടെ ഭരണകാലത്തിലെ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി സെർഗി ഐൻസ്റ്റീൻ സംവിധാനം ചെയ്ത നിശബ്ദ സിനിമയാണ്. ഈ സിനിമയ്ക്ക് ആധാരമായത് ആരാണ്? ജോൺ റീഡ് എഴുതിയ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന പുസ്തകത്തിലൂടെയാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. നമ്മൾ ഇതിൽ SCERT പോയിന്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം ഉൾപ്പെടുത്തിയാണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റിയെന്നും വിശ്വസിക്കുന്നു. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.